ഞങ്ങൾ ഈ പള്ളി ഏറ്റെടുക്കുമ്പോൾ ഒരു പാക്കറ്റ് മെഴുതിരി മേടിക്കാൻ 30 ഉറുപ്പ്യ വേണം. 30 പൈസ ഈ പള്ളിയിലില്ല. ഒക്കെ അദ്ദേഹം തട്ടിക്കൊണ്ടുപോയി വിടുന്നു. അതും പോരായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ആരുമില്ലാത്ത ടൈമിൽ ഈ പള്ളിയുടെ അകത്ത് കയറി ഓഫീസ് തല്ലിപ്പൊളിച്ച് ഇതിൻ്റെ രേഖകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവർ എടുത്തില്ല എന്നാണ് പറയുന്നത്. മുൻ കമ്മിറ്റിയിൽപ്പെട്ട ഉമ്മറും ഷാജിയും ഈ മക്കാർക്കും കൂടി നോട്ടീസ് ഇറക്കണം, കാരണം ഞങ്ങളെ പറ്റിച്ചെന്നും പറഞ്ഞു. ഇവർ 5-8 ആൾ കമ്മിറ്റി ചെയ്യുന്നു. ഈ കമ്മിറ്റിക്കാരിൽ ഒരുവിധ ആൾക്കാർ അറിഞ്ഞിട്ടില്ല ഈ പള്ളി റേസ് ചെയ്തൊന്നും പൈസ കൊണ്ടുപോകുന്ന ആരും അറിഞ്ഞിട്ടില്ല. ഈ ബോർഡ് എന്തിനാണ് കീറിയത്, താങ്കൾ എന്തിനാണ് ഇത് കീറിയതെന്ന് ചോദിച്ചതിനാണ് അയാളെ പിടിച്ച് മുഖത്തടിച്ച്. ഇത് മുൻകൂട്ടി അവർ നിശ്ചയിച്ചൊരു രൂപയായിരുന്നു. 2 ആളെ ഇവർ വേറെ അപ്പുറത്തേക്ക് കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരെയും വീഴ്പ്പിച്ച് ചവിട്ടി കൂട്ടി ചുരുട്ടി ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട്, കാരണം അദ്ദേഹം ഒന്നും ചെയ്യില്ല, അത് ഇവർക്കറിയായിരുന്നു. തീരെ വയ്യത്ര ആളിന്. സമരപ്പന്തൽ സജീവമായിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു ജമാഅത്ത് ഇസ്ലാമി ആശയം പുലർത്തുന്ന ആളുകളായതുകൊണ്ട് തന്നെ സ്ത്രീകൾ ആ സമരപ്പന്തലിലുണ്ടാകും, തൊട്ടിപ്പുറത്ത് പുരുഷന്മാരുണ്ടാകും. ആ രീതിയിലാണ് ഇവിടുത്തെ ഒരു സമരം എന്ന് പറയുന്നത്. ഇവിടെ ഈ മഹലിൻ്റെയും പള്ളിയുടെയും ഒക്കെ ഭാരവാഹികൾ ഒരുപാട് ആളുകളുണ്ട്. 21/7/2024 മറ്റേ ദാറുൽ ഇസ്ലാം ചാരിറ്റബിൾ റിസൾട്ട്സ് ട്രസ്റ്റിലേക്കാണ് ഇത് റൈസ് ചെയ്തത്. ഈ ട്രസ്റ്റിൻ്റെ ഒരു ലെറ്റർ പേരിലാണ് ഈ ഇപ്പോഴത്തെ കമ്മിറ്റിക്ക് ഒരു കരാർ എഴുതി കൊടുത്തത്. അതെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ കൊടുക്കുന്നത്. 21/7/2024 ഞായറാഴ്ച രാവിലെ ദാറുൽ ജുമാ മസ്ജിദ് ഭാരവാഹികളും ദാറുൽ ഇസ്ലാം ചാരിറ്റബിൾ റിസൾട്ട്സ് ട്രസ്റ്റ് ഭാരവാഹികളും സംയുക്തമായി ചേർന്ന യോഗത്തിൽ മനസ്സിലായില്ല 30 ദിവസത്തിനകത്ത് ഈ പള്ളി തിരിച്ച് ഈ മുന്നുണ്ടായ ആധാരം എങ്ങനെയെന്ന് ആ രീതിയിൽ റൈസ് ചെയ്ത് കൊടുക്കാമെന്നും ബാക്കി ഈ 2,76,44,485 രൂപ 11 മാസത്തിനുള്ളിൽ ഈ ബിൽഡിങ് വിറ്റിട്ട് പൈസ തിരിച്ചു കൊടുക്കാമെന്നുള്ള എഗ്രിമെൻ്റ് എഴുതി കൊടുത്ത ലെറ്ററാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇപ്പോൾ ഇത് കൊടുത്തില്ല എന്നാണ് പറയുന്നത്. കാരണം ഇവരെ ലെറ്റർ പേഡാണ് വേണ്ട. അപ്പം ഞങ്ങൾ അന്ന് പറഞ്ഞു വെച്ചാൽ ഈ ഇങ്ങനത്തെ ഒരു കരാറിട്ടൊരു കാര്യമില്ല. അപ്പോൾ ഈ പള്ളി അടക്കം ഒരു 8-9 ലക്ഷം 10 കോടി രൂപയോളം വില മതിക്കാനാണ്. കാരണം 3 കോടിക്ക് താഴെ ഇങ്ങനെയും കൊണ്ടുപോയി പള്ളിയും കൊണ്ടുപോയപ്പോൾ അപ്പോൾ അവർ പറഞ്ഞത് സാധാരണക്കാരെ കൊണ്ട് സാക്ഷി ഒപ്പിടിക്കാമെന്നോ. ഞങ്ങളുടെ പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ 5 കോടി ഇവിടെ കിട്ടാമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കച്ചവടം വെച്ചാൽ ഒരു കരാറിന് വെച്ചാൽ 5 കോടി കിട്ടുകയാണെങ്കിൽ 10 കോടിയുള്ള ആസ്തിയുള്ളവരെ കൊണ്ട് അതിൻ്റെ ജാമ്യം പിടിക്കാൻ പാടുള്ളൂ. കാരണം ഈ കൊടുക്കാനുള്ളവർ കൊടുത്തിട്ടില്ലെങ്കിൽ കോടതി മുഖാന്തരം നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പാർട്ടി കൊടുത്തില്ലെങ്കിൽ ജാമ്യക്കാർ കൊടുക്കണ്ടേ. അപ്പോൾ അതിന് തയ്യാറല്ല അവർ വന്ന് സാധാരണക്കാരൻ. ഇവിടെ 5-ാം പരത്തിൽ ഇവരെ ട്രസ്റ്റിൽപ്പെട്ട ഒരു വലിയത്ത് പ്രായംകുട്ടിയുണ്ട്. അദ്ദേഹത്തിന് 5 സെൻറ്റ് സ്ഥലം പാർക്കപ്പരുള്ളൂ. അദ്ദേഹത്തിനെ കൊണ്ട് സാക്ഷി ഒപ്പിടിക്കാൻ അല്ലെങ്കിൽ ജാമ്യം ഒപ്പിടിക്കാൻ അദ്ദേഹം ഇത് ഒപ്പിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ നിർത്തി കൊടുക്കാനായിട്ട് മനസ്സിലാണ്. അത് ഈ കാശ് കിട്ടുന്നതിൻ്റെ 1 മാസം മുമ്പിട്ട് ഞാൻ ഈ ലത്തീഫ് എന്ന് പറഞ്ഞ മാഷോട് ഞാൻ ചോദിച്ചു. കാരണം ഈ പള്ളിക്കലത്ത് ഇമാമും കൂടിയായിരുന്നു. ഈ പള്ളിയിൽ നിന്നാണ് ഞാൻ ചോദിച്ചത്, മാഷെ എത്ര വർഷം ഇവിടെ ഇമാമായിട്ടുണ്ടായിരുന്നു? അദ്ദേഹം കുറേ നാളുണ്ടായി. എന്നുവെച്ചാൽ 10-20 വർഷമായിട്ട് അദ്ദേഹം ഇവിടെ താമസിക്കുന്നതാണ്. പക്ഷേ ഈ പള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ പള്ളി ആലവനങ്ങാട് സാഹിബിൻ്റെ മസ്ജിദാണ് യഥാർത്ഥ മഹല്. ആ മഹലിൽ ഇന്ന് വരെ അങ്ങോട്ട് പോയിട്ട് അങ്ങത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ സംഭവം അറിയുന്നത്. കാരണം വെച്ചാൽ ഈ നോട്ടീസ് കിട്ടിയപ്പോഴാണ് ഈ പള്ളി പോയ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അറിയുന്നത്. മനസ്സിലാണ്. ഈ നോട്ടീസ് പോയപ്പോഴാണ് വായിച്ചപ്പോൾ ഈ നോട്ടീസ് എന്താണ്? ഈ നോട്ടീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ മുൻ കമ്മിറ്റിയിൽപ്പെട്ട ഉമ്മറും ഷാജിയും ഈ മക്കാർക്കും കൂടി നോട്ടീസ് ഇറക്കണം, കാരണം ഞങ്ങളെ പറ്റിച്ചെന്നും പറഞ്ഞു. ഇവർ 5-8 ആൾ കമ്മിറ്റി ചെയ്യുന്നു. ഈ കമ്മിറ്റിക്കാരിൽ ഒരുവിധ ആൾക്കാർ അറിഞ്ഞിട്ടില്ല ഈ പള്ളി റേസ് ചെയ്തൊന്നും പൈസ കൊണ്ടുപോകുന്ന ആരും അറിഞ്ഞിട്ടില്ല. ഈ ഇരിക്കുന്ന മുൻ പ്രസിഡൻ്റായ കൂടംപുള്ളി മക്കാരിക്ക, ഈ മക്കാർക്കാരുടെ അക്കൗണ്ടിലാണ് പൈസ ഉണ്ടായത്. എന്ന് വെച്ചാൽ റഷീദിൻ്റെ മറ്റേ ലത്തീഫിൻ്റെ മക്കാർക്കാരുടെ പേരിലാണ് പൈസ ഉണ്ടായത്. അപ്പോൾ പൈസ മറ്റേ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പൈസ ഇട്ടാന്നിട്ട് പാൻ കാർഡ് വേണമല്ലോ. ഈ പാൻ കാർഡിന് പറയുന്നത് റഷീദിൻ്റെ പാൻ കാർഡാണ് കൊടുത്തത്, മാസം റഷീദിൻ്റെ. ആ കെറോഹളിൽ ഇങ്ങോട്ട് ഇതിൽക്ക് നുഴഞ്ഞു കയറിയത് സാർ. ഇദ്ദേഹത്തിന് മക്കാർക്കോട് പറഞ്ഞത് മക്കാർക്ക വയസ്സും പ്രായക്കാരില്ല 10-50 വയസ്സും മനുഷ്യന് കഴിഞ്ഞ്, അതുകൊണ്ട് ആ ചെക്കൊക്കെ ഒന്ന് ഒപ്പിട്ട് വന്നേക്ക്. അങ്ങനത്തെ ആൾക്കാർക്ക് പറഞ്ഞത് ആ ചെക്കൊക്കെ ഒപ്പിട്ട് വന്നേക്ക്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യാം. അപ്പോൾ ആ മനുഷ്യന് ഒപ്പിട്ട് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മൊബൈലിൽ മെസ്സേജ് വന്നേക്കുന്നു 0 ബാലൻസ് ആയി. അതിനുള്ളിൽ സ്ഥലം ഇവിടെ റേസ് ചെയ്യും കഴിഞ്ഞു. കാരണം വെച്ചാൽ ഈ പള്ളിനോട് ചേർന്ന് വടക്കാപ്പുറമുള്ള ഒരു 1 സെൻറ്റ് സ്ഥലം നമ്മളെ യൂസുഫ് തറവാട്ടിൽ വരുമെന്നല്ല പുറക്കോളത്ത് യൂസുഫ് മരണപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആജറ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ 1 സെൻറ്റ് സ്ഥലം കൊടുക്കുകയാണ്.
അത് ഇവർ ട്രസ്റ്റിലേക്കാണ് രജിസ്റ്റർ നടത്തുന്നത്. അത് മതിലകത്താണ് രജിസ്റ്റർ നടക്കുന്നത്. ആ ദിവസം തന്നെയാണ് കൊടുങ്ങല്ലൂർ കൊണ്ടുപോയിട്ട് ഈ മക്കാർക്കാനെ കൊണ്ടുപോയി സാക്ഷിയൊപ്പം പറഞ്ഞ് ഒപ്പിടിക്കുന്നത്. പക്ഷെ അങ്ങോട്ട് അത് വായിച്ച് കേൾക്കണമായിരുന്നു. പക്ഷേ അവരെ വിശ്വാസം കൊണ്ട് വായിപ്പിച്ചില്ലെങ്കിൽ ഒരു ആദ്യം ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഈ ഒരു വിഷയത്തെ പ്രതിരോധിച്ച് പറയുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ഇത് ഇടതുപക്ഷമാണ് ഇവിടെ സമരം നടത്തുന്നത് എന്നൊരു ആരോപണമുണ്ട്. അത് ശരിക്കും ഇടതുപക്ഷമാണോ, അല്ലെങ്കിൽ ഇതിൽ എല്ലാ പാർട്ടിക്കാരുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കാരൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഈ ഏരിയ സെക്രട്ടറിയാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനല്ല. മനസ്സിലായി? ഇതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, ലീഗുകാരുണ്ട്, RSPക്കാരുണ്ട്, LCPക്കാരും CPM എല്ലാവരും ഇതിൽ രാഷ്ട്രീയമില്ല. മനസ്സിലായി? ഞാൻ ഈ മഹല്ലിൽ വന്നിട്ട് 38 വർഷമായി. അപ്പം നമ്മൾക്ക് ഇവിടെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മളെ മുതൽ പോയത് തിരിച്ച് കിട്ടണം. രണ്ടാമത്തെ ഒരു കാര്യം ഇവർ പറയുന്നത്, മക്കാരിക്ക തന്നെ 2022 മറ്റോ സ്വന്തം കൈപ്പടയിൽ ഇത് ട്രസ്റ്റാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടൊരു കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന അതിലൊരൊപ്പം അത്തരമൊരു രേഖയും ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വാസ്തവം എന്താണ്? അതിൻ്റെ വാസ്തവം തന്നെ മക്കാർക്ക് പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ ഉണ്ടായിട്ടില്ല. മക്കാർക്ക് പറഞ്ഞ് ഞാനങ്ങനെ എഴുതി കൊടുത്തോ ഇല്ലെന്ന് എനിക്ക് ഓർമ്മയില്ല എന്ന് അദ്ദേഹം പറയണത്. നമുക്കതെല്ലാം കേൾക്കാൻ പറ്റും. മനസ്സിലായി? എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇസ്ലാം നിയമം അനുസരിച്ച് ഒരുത്തൻ്റെ നമ്മൾ സാധനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ തിരിച്ച് ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ് നമ്മൾ. കാരണം നമ്മൾക്ക് മരിക്കണം, ഖബറുണ്ട്, പരലോകമുണ്ട്. ഇത് മനസ്സിലാക്കുന്നവരാണ് ഇത് പിടിച്ചടക്കിയേക്കുന്നത്. അപ്പോൾ ഇവരെന്ത് ഇസ്ലാമിൽ തന്നെ കൊണ്ട് നടക്കണം? ഏത് ഇസ്ലാമാണ് ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം മുൻ പ്രസിഡന്റ് അങ്ങനെ ഒരു തെറ്റ് അദ്ദേഹത്തിന് പറ്റി അദ്ദേഹം എഴുതി കൊടുത്ത് ജനങ്ങളോട് ചോദിക്കാതെ എഴുതി കൊടുത്ത ആ സ്ഥാനത്ത് ഇന്ന് അദ്ദേഹം പറഞ്ഞത് എനിക്കത് തെറ്റ് മനസ്സിലാക്കണം, എനിക്കറിയില്ല എന്ന് റേഷന്ന്. അതുകൊണ്ട് എൻ്റെ പള്ളി ഞങ്ങൾക്ക് ഈ 156 വീടിന് തിരിച്ചു കിട്ടണമെന്ന് പറയുമ്പോൾ ഇവർ മനുഷ്യനാണ് തിരിച്ചു കൊടുക്കണ്ടേ? ഇവരാർക്ക് പിടിച്ചു കിടക്കണ്? ഈ ജമാഅത്ത് ഇസ്ലാമി ആയെങ്കിലും വെൽഫെയർ ആണെങ്കിലും AP ആണെങ്കിലും MIK ആണെങ്കിലും ആരായാണെങ്കിലും ഇസ്ലാം സ്വത്തല്ലത്, വഖഫല്ലി സാധനം, അള്ളാഹുവിൻ്റെ ഭവനല്ലേ, തിരിച്ചു കൊടുക്കണ്ടേ? പിന്നെ ഇവർ പറഞ്ഞത് എറണാകുളത്ത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് എടുത്തെന്ന് പറഞ്ഞ് ഞങ്ങൾ 5-6 ആൾ ഇത് അന്വേഷിക്കാൻ വേണ്ടി ചെന്ന് ചെല്ലുമ്പോൾ എന്താണ് അതിൻ്റെ മുകളിൽ വെറും കള്ളും കുപ്പിയാണ്. ഇത് ഈ മൊബൈലുണ്ട് അതിൻ്റെ ഫോട്ടോകൾ, വെറും കള്ളും കുപ്പി, പുറത്ത് പറയാൻ പറ്റാത്ത അനാചാരങ്ങൾ അതിലുള്ളത്. ഞങ്ങൾ ഇവിടെ തിരിച്ച് കൊണ്ടുപോകും, ഞങ്ങൾക്ക് ഇതിന്ന് പറഞ്ഞാൽ ഈ 1.5 ലക്ഷത്തിൽ നിന്ന് ഒന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ കാശ് തിരിച്ചു തരാൻ പറഞ്ഞു. ഞങ്ങൾ ഈ പള്ളി ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ഞങ്ങളിപ്പോൾ ഈ കമ്മിറ്റിയിൽ 15 ആളിൽ ഒരാളാണ് ഞാൻ ഈ കമ്മിറ്റി വൈസ് പ്രസിഡൻ്റാണ്. ഞങ്ങൾ ഈ പള്ളി ഏറ്റെടുക്കുമ്പോൾ ഒരു പാക്കറ്റ് മെഴുതിരി മേടിക്കാൻ 30 ഉറുപ്പ്യ വേണം. 30 പൈസ ഈ പള്ളിയിലില്ല, ഒക്കെ അദ്ദേഹം തട്ടിക്കൊണ്ടുപോയി വിടുന്നു. അതും പോരായിട്ട് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ ആരുമില്ലാത്ത ടൈമിൽ ഈ പള്ളിയുടെ അകത്ത് കയറി ഓഫീസ് തല്ലിപ്പൊളിച്ച് ഇതിൻ്റെ രേഖകളെല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ അവർ എടുത്തില്ല എന്നാണ് പറയുന്നത്. കോടതി ഇപ്പോൾ കോഴിക്കോട് കോടതിയിൽ കേസ് നടക്കുന്നു, തൃശ്ശൂർ കോടതിയിൽ കേസ് നടക്കുന്നു, ഹൈക്കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്, അതേമാതിരി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കോടതി കേസ് നടക്കുന്നുണ്ട്, ഇനിയാൽക്കോട് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട്. ഈ രേഖകളൊക്കെ ഉപയോഗിച്ചപ്പോൾ ഇവർ വേണ്ടി കത്തിപ്പോയിന്ന്. ഈ ലത്തീഫിൻ്റെ വീട് ഒരു കത്ത് പിടിച്ചിട്ടില്ല. കാരണം എൻ്റെ വീടിൻ്റെ 3ാമത്തെ വീട് കിടക്കലാണ് ലത്തീഫിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ ഒരു വെയിലിക്ക് വരെ ഒന്നും കത്ത് പിടിച്ചില്ല. പിന്നെ ഈ കടലാസ് അങ്ങനെ കത്തിപ്പോയി. ഈ കടലാസ് അങ്ങനെ കത്തിപ്പോയി. ഞങ്ങൾ അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യം ഞങ്ങൾക്കില്ല. മനസ്സിലാണല്ലോ? ഇപ്പം നിസാദ് ഒന്നിച്ചാൻ കൊളുത്തിപ്പെട്ട് ഞാൻ ഇവരോട് എല്ലാവരോടും പറഞ്ഞു ക്രിമിനൽ കേസ് കൊടുക്കുമ്പോൾ അപ്പോൾ എടുത്ത വായിക്ക് ഈ കമ്മിറ്റിക്കാരെല്ലാം എല്ലാവരും എന്നോട് പറഞ്ഞത് അദ്ദേഹത്തിന് 3 പെൺകുട്ടികളാണ്, അദ്ദേഹത്തിൻ്റെ ജോലി പോകും, നമ്മളത് ശരിയല്ല, തെറ്റാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ക്രിമിനൽ കേസ് കൊടുക്കാൻ. പിന്നെ രണ്ടാമത്തത് ഈ ഇരിക്കുന്ന മനുഷ്യൻ ഞാൻ തുറന്ന് പറയുന്നു, 80 പൈസ ഈ മനുഷ്യർക്ക് അദ്ദേഹം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത്. കാരണം അദ്ദേഹം അറിയാൻ ചെയ്തു കൊടുത്തു പോയില്ലേ, അദ്ദേഹത്തെ കണക്കൂട്ടി ക്രിമിനൽ കേസ് കൊടുക്കാൻ. ഇപ്പം ഞാനും ഈ പള്ളിക്കലത്തെ ഞാൻ വൈസ് പ്രസിഡന്റ് സെക്രട്ടറിയും കൂടിയിട്ട് ഞങ്ങൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത്, മാലാൻ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത്, ഞങ്ങൾ DSPക്ക് കൊടുത്ത്. അപ്പോൾ അദ്ദേഹം അവർ പറഞ്ഞത് കോടതിയിൽ ഇരിക്കുന്ന കേസിൽ ഞങ്ങളൊരു വേറൊരു കേസ് എടുക്കില്ല എന്ന് പറയും. അപ്പോൾ തന്നെ ഞങ്ങൾ വക്കീലിനെ കണ്ട് ക്രിമിനൽ കേസിൻ്റെ കാര്യങ്ങൾ മുനിസിപ്പൽ കോടതി മുഖാന്തരം ഞങ്ങൾ മാലം പോലീസ് എത്തി, ഇതാണ് സെക്രട്ടറി, ഞങ്ങൾ 2 ആളുമാണ് ക്രിമിനൽ കേസ് കൊടുത്തത് കോടതി മുഖാന്തരം. അപ്പോൾ അങ്ങനെ കേസ് ഞങ്ങളെ വിളിപ്പിച്ച് കാര്യം പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് 1 കോടിക്ക് മുകളിലുള്ള കേസ് ക്രൈം ബ്രാഞ്ച് ഏറ്റെടുക്കുമെന്ന് പറയും. അന്ന് ശരി ഞങ്ങൾ വിട്ടുപോകാണ്ട് ക്രൈം ബ്രാഞ്ച് ലെഫർ ചെയ്ത്. ഇതിനിടയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ നമ്മൾ 10 ദിവസം പെട്ടല്ലേ പോയത്, ഞങ്ങൾ 10 ദിവസം ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ ക്രൈം ബ്രാഞ്ച് ഓഫീസിൽ നിന്ന് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറയൽ മാത്രമേ രേഖകൾ ഹാജരാക്കിയത്. കംപ്ലീറ്റ് A to Z വരെ എല്ലാ രേഖകളും ഹാജരാക്കിയപ്പോൾ ക്രൈം ബ്രാഞ്ച് DSP പറഞ്ഞത് നിങ്ങൾ വിഷമിക്കാണ്ട് ഞങ്ങൾ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഇന്നലെ ഇപ്പോൾ അവർ വന്നിട്ടുണ്ടായി. ഞങ്ങൾ എത്ര നാളായി സമരത്തിന് നടക്കുന്നത്, ഞങ്ങൾ ആരെയും ആക്രമിക്കാനല്ല, ഞങ്ങളെ പള്ളി ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം, അത് ഞങ്ങളെ അവകാശമല്ലേ.
കാരണം ഈ ലത്തീഫ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ജില്ലക്കാരനല്ല, എറണാകുളം ജില്ലക്കാരനാണ്. അദ്ദേഹം ഇവിടെ നോയഞ്ഞു കയറി ഇവിടെ ഈ മദ്രസയിൽ ജോലിക്കുന്ന കക്ഷിയാണ്. പിന്നെ അദ്ദേഹം ഇവിടുന്ന് കുത്തുബായി. അത് ഇവരേലൊന്നും തെറ്റ്, മുൻ കമ്മിറ്റിയിലൊന്നും തെറ്റായിരുന്നു. അത് വന്നാരും പറഞ്ഞിട്ട് മനസ്സിലാണ്ട. വില്ലേ മഹലിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹം ഇവിടുത്തെ മെമ്പർഷിപ്പ് പേര് എടുത്തിട്ടില്ല. എൻ്റെ പേരിൽ ഇദ്ദേഹം 50 ലക്ഷത്തിന് മഹാരാഷ്ട്രത്തിന് കേസ് കൊടുത്ത്, ഈ ഇരിക്കുന്ന സെക്രട്ടറി പേരിൽ കേസ് കൊടുത്ത്, വേറെ ഒരു മെമ്പറിൽ 75 ലക്ഷത്തിന് കേസ് കൊടുത്ത്, ഈ കക്ഷി പേരിൽ 24 അങ്ങനെ എല്ലാ മെമ്പർമാരും പേരിൽ ഇയാൾ കേസ് കൊടുത്ത് മഹാരാഷ്ട്രത്തിന്. അന്നേരം ഞങ്ങളെ ഒതുക്കാനായിട്ട് അതും പോരാണ്ട് ഹൈക്കോടതി ഇവിടെ 6 ആൾ പേരിൽ ഞങ്ങൾ 6 ആളിൽ കേസ് കൊടുത്ത്, ഞങ്ങൾ ഇവിടുത്തെ ഭീകരത സൃഷ്ടിക്കുന്നു പറഞ്ഞു, ഞങ്ങൾ ഈ പള്ളിയിൽ നിന്ന് മാറ്റണമെന്നും പറഞ്ഞു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസ് തള്ളിക്കളഞ്ഞ്. മനസ്സിലായില്ല. അതും പോരായിട്ട് എൻ്റെ പേരിൽ പീഡന കേസ് കൊടുത്ത് അദ്ദേഹത്തിൻ്റെ മകളെ കയറി പിടിക്കാൻ പറഞ്ഞ് എനിക്ക് 64 വയസ്സ് കഴിഞ്ഞ് എൻ്റെ പേരിൽ പീഡന കേസ് കൊടുത്ത് ഞാൻ എന്നിട്ട് അദ്ദേഹത്തിന് വിമർശിക്കാന്നില്ല. എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. ഞാൻ നിയമം അനുസരിച്ച് മുന്നോട്ട് പോയി. മനസ്സിലായില്ല. അതേമാതിരി മതകം SI സർക്കിൾ ഷാജി സാറ്, ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് ബഹുമാനമുണ്ട്, വ്യക്തിപരമായ സ്നേഹമുണ്ട്. അദ്ദേഹം ഞങ്ങൾ ഈ വാൾപോസ്റ്റ് കയറിയിട്ട് ഞങ്ങൾ പെറ്റീഷൻ കൊടുക്കാൻ ഞാനും സെക്രട്ടറി ഈ ഇരിക്കുന്ന നൗഷാദ് മെമ്പർ കൂടിയിട്ട് ചെല്ലുമ്പോൾ ഷാജി സാറ് ഞങ്ങൾ പറഞ്ഞത് ആ സമരപ്പന്ത് ഞാൻ പൊളിച്ച് കളയുമെന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞാണ് ഞങ്ങളോട്. എന്നിട്ട് പോലീസുകാരെയും വിളിച്ച് ഇങ്ങോട്ട് ഇവിടെ വരികയാണ്. ഞങ്ങൾക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് സ്നേഹമുള്ളൂ, അല്ലാണ്ട് ഞങ്ങൾക്ക് ദേഷ്യമില്ല. നടന്ന കാര്യം പറയാണ്ടിരിക്കാൻ ഭാവില്ല. ഇവരാരും പറയില്ല, ഞാൻ പറയുന്നത്. കാരണം എനിക്ക് റബ്ബിനല്ലാതെ വേറൊരാളെ എനിക്ക് പേടിയില്ല. എല്ലാത്തിനും ബഹുമാനം എനിക്ക് പേടിയില്ല. ഈ നാട്ടുകാർ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടാണ്, നിങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല? ഒറ്റക്കെട്ടാണ്. ഞങ്ങൾക്ക് യാതൊരു ഇതിൽ കമ്മ്യൂണിസ്റ്റും മാത്രം നിൽക്കണില്ല. ഇപ്പം ഇവിടുത്തെ ജമാഅത്ത് ഇസ്ലാമി പറയണത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഈ കേസ് കുത്തിപ്പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വോട്ട് കിട്ടാനാണ്, പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോകുന്നത്. അതൊന്നും അവർക്ക് ചിന്തയില്ല. അതൊക്കെ രാഷ്ട്രീയ ചിന്ത. പക്ഷെ ഇവിടെ ഇല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ലീഗുകാരും CPIയും CPMും RSP എല്ലാവരും ഒറ്റക്കെട്ടാണ്. സെക്രട്ടറി, എനിക്കൊരു സംശയം. ഇവിടെ ഇരിക്കുന്നതിൽ ഭൂരിപക്ഷ ആളുകളും ജമാഅത്തെ ഇസ്ലാമിയുടെ അനുഭാവികളും ഈ പള്ളിയും ഒക്കെ അതിൻ്റെ ഭരണഘടനയൊക്കെ അങ്ങനെ പോകുന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും പ്രതിസ്ഥാനത്തുള്ളതും ഈ സംഘടനയുടെ തന്നെ ജില്ലാ പ്രസിഡന്റും മണ്ഡലം പ്രസിഡന്റും ഒക്കെയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് അധിക കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഞങ്ങൾക്ക് അധികം ഇത് കൊണ്ടുപോകണമല്ലോ. കാരണം ഇവരെയും മുതൽ കൊണ്ടുപോയി ഞാൻ ജമാഅത്ത് ആശയക്കാരനാണ്. നമ്മുടെ കാർന്നവരായിട്ടും കുടുംബമായിട്ടും അങ്ങനത്തെ ആൾ തന്നെയാണ്. ഇതിപ്പോൾ ഈ ഇരിക്കുന്ന ആൾ, ഈ മുൻ പ്രസിഡൻറ്റ്, ഇദ്ദേഹം ഇതിൽപ്പെട്ട ആൾ തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഭൂരിപക്ഷം ആളും ജമാഅത്തിൻ്റെ അനുഭാവികൾ തന്നെയാണ് ഇവിടെ. പക്ഷേ ഇവർ കള്ളത്തരം കാണിച്ച് ഇവരോട് നമ്മൾ ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവർ മുതൽ ഈ നാട്ടിൽ എവിടെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. എന്താണ് പറഞ്ഞത്, അവരുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ ഒരു പള്ളി ഇതേമാതിരി അവരാക്കിയെടുത്ത്, അവരെ പേരിലാക്കിയെടുത്ത്, ഇതും ആക്കിയെടുത്ത്. ഇതിപ്പോൾ ഇന്നലെ ഇവർ ഈ ഭൂമി കാണിക്കാൻ വേണ്ടി വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു കാര്യം താങ്കളെ പേര്, ഇന്നലെ ഇതിൻ്റെ ഒരു മാനേജർ വന്നിരുന്നു ഇവിടെ, അദ്ദേഹത്തിനോട് ഞങ്ങൾ സംസാരിച്ച് ഈ പള്ളി നിങ്ങളുടെ മുതലാളിയുടെ പേരിൽ കിടക്കണതല്ലേ, ഇതും കൂടി കാണിച്ചോ വിൽക്കാൻ. കാരണം അങ്ങനെയാണ് അവർ കാണിച്ചു കൂട്ടണത്. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മുതലുണ്ടാക്കേണ്ടത് കണ്ടമാനം മുതൽ കോടാനക്കോടി ആസ്തി ഉണ്ടാവുന്നത് ഇങ്ങനെയാണെന്ന്, നേരായ വഴിക്ക് പോയാൽ ഉണ്ടാവില്ല എന്ന്. ഇതാണ് അവരുടെ അഭിപ്രായം ഉണ്ടായത് ഞാൻ സംസാരിച്ച് വന്നപ്പോൾ. കാരണം അവരെ പോക്കുകളൊന്നും ശരിയല്ല, വളരെ മോശമാണ് എല്ലാ നിലക്കും. കാരണം അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഇവർക്ക് ഇപ്പം ഈ മുതലും പള്ളിയും തരും ഞങ്ങൾ ഈ ഇടങ്ങറാവണ എന്തായിട്ടെന്നറിയോ, ഇദ്ദേഹത്തിനെ വിചാരിച്ചിട്ടുണ്ട്. കാരണം ഇദ്ദേഹം അങ്ങനത്തെ ഒരു പാവം മനുഷ്യനാണ്. കാരണം അത്രയും ഒരു സ്വാതന്ത്ര്യം പൂർവ്വം അപ്പുറത്ത് കണ്ടാലും അവിടെ ചവിട്ടാതെ മാറിപ്പോണ ഒരാളാണ്. കാരണം അവർക്ക് തരായിരുന്നല്ല, ഞങ്ങളിപ്പോഴും അവകാശപ്പെടും ഞങ്ങൾക്ക് വേണമെന്നല്ല. ഞങ്ങൾ ഈ ഉത്തരവാദിത്തപ്പെട്ട വഖഫ് ബോർഡ് ഏറ്റെടുക്കുക, ഈ പള്ളിയും സ്ഥലവും കാശും അവർ കൈകാര്യം ചെയ്യണം. ഇവരെ പോലെ ഞങ്ങൾക്ക് അവർ പറഞ്ഞത് അവർക്ക് വേണമെന്ന്. ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്, ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പച്ച മലയാളത്തിലാണ് ഈ പറയണത്, ശരിക്കും മനസ്സിലാകാൻ വേണ്ടി കേട്ട്. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളുടെ ഇതിൽ അല്ല വഖഫ് ബോർഡ് ഏറ്റെടുക്കുക, അവർ ഭരിക്കാൻ. ഇവർക്ക് ഒരു കാരണവശാലും ഇത് ഭരിക്കാൻ കൊടുക്കരുത്. ഈ കാശും ഇട്ട് ഈ കാശും അവർ കൈകാര്യം ചെയ്യുക. അവർക്ക് പടച്ചമ്പുരാൻ അങ്ങനത്തെ ഒരു ഗുണം ചെയ്യരുത് അവർക്ക്. കാരണം എന്താ അറിയോ, ഇത് തന്നെ നമ്മൾ അറിയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അല്ലെങ്കിൽ ഞങ്ങൾ അറിയൂലത്. ഇവർ ഈ ബിൽഡിങ് എടുത്ത സമയത്ത് 2.5 കോടി ഉറുപ്പ്യ എന്ന് പറയുന്നുണ്ട്. അവിടെയും കൃത്യമെന്ന് നടന്നിട്ടുള്ളതായിട്ടാണ് ഞങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത്. അതിൽ ഇനി ഈ വശത്തെ ബ്രോക്കർ കാശല്ലാതെ തന്നെ അവിടുത്തെ ബ്രോക്കർ, ഇത് അവരുടെ ട്രസ്റ്റിൻ്റെ പേരിലാണ് ആ ബിൽഡിംഗ് എടുത്തിട്ടുള്ളത്. അവരുടെ ട്രസ്റ്റിൻ്റെ പേരിൽ തന്നെ എടുത്തേക്കണം. അവരെ അക്കൗണ്ടിലാണ് പൈസ. ഇന്ന് ഇതുവരെ ഞങ്ങൾ യാചിച്ചും തെണ്ടിയും പിരിഞ്ഞും പല വിധത്തിലായിട്ടാണ് ഞങ്ങൾ ഈ കാശൊപ്പിച്ച് ഈ കാര്യങ്ങളോട് നടത്തുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അനിയനാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പോരാത്തത് പൂർത്തീകരിച്ച് തരുന്നത്. ഞങ്ങൾ ഒരു കാലത്തും ഇത് അറിയൂലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ
അവർ ഈ കച്ചവടം നടന്ന് കാശ് കിട്ടിയപ്പോൾ ബ്രോക്കർ വിഷയത്തിൽ ഒരു തമ്മിൽ അഭിപ്രായ വ്യത്യാസം വന്നു. ആ സമയത്ത് രണ്ടാൾക്ക് ബ്രോക്കർ കാശ് കിട്ടിയില്ല. ആ സമയത്ത് ഈ മക്കാർക്കനെ പ്രസിഡന്റിനെ കൂട്ട് പിടിക്കുകയും ചെയ്തവർ. മനസ്സിലായോ? രക്ഷപ്പെടാൻ മാർഗമില്ലാതായപ്പോൾ ഇവർ തിരിഞ്ഞ് രണ്ടാൾ തിരിഞ്ഞ് ഇദ്ദേഹത്തിനെ കൂട്ടുപിടിച്ച്. അല്ലെങ്കിൽ ഇത് അറിയൂല. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തതും ഞങ്ങൾ അറിയാൻ കാരണം. അപ്പം ചോദിച്ചതിന് സമരത്തിൽ നിന്ന് പിറകോട്ടില്ല. സമരത്തിൽ നിന്ന് എന്തായിരുന്നാലും പിറകോട്ട് ഞങ്ങളില്ല. കാരണം എന്തായിരുന്നാലും ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ജമാഅത്തിൻ്റെ ഇതിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാൻ. കാരണം ഞാൻ തത്തങ്ങിരിക്കുന്ന ആളാണ്. ഞാനിവിടെ 23-23 ഞാൻ ഇതനുസരിച്ച് ആദിക്ക് നമ്മൾ നിസ്കരിച്ചിട്ടൊക്കെ ഉള്ളതാണ് ത്രാബിയ. അത് കഴിഞ്ഞിട്ട് ഇപ്പം അതിൽ നിൽക്കുന്നത് എന്താ, ഒരു അഭിപ്രായ വ്യത്യാസത്തിന് എപ്പോഴും അന്നും ഇന്നും എപ്പോഴും ഞങ്ങൾ തയ്യാറല്ല. ഇവിടെ കിടന്നിട്ട് ഈ പരിസരത്ത് ഇട്ടും കട്ട് ഇവിടുത്തെ ലത്തി ഈ ബോർഡ് എന്തിനാണ് കീറിയത്, താങ്കൾ എന്തിനാണ് ഇത് കീറിയതെന്ന് ചോദിച്ചതിനാണ് അയാളെ പിടിച്ച് മുഖത്തിടിച്ച്. ഇത് മുൻകൂട്ടി അവർ നിശ്ചയിച്ചൊരു രൂപമായിരുന്നു. രണ്ടാളെ ഇവർ വേറെ പേർത്ത് അപ്പുറത്ത് കൊണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നു. അവരെയും വീഴ്പ്പിച്ച് ചവിട്ടി കൂട്ടി ചുരുട്ടി ഇതിൻ്റെ ഉള്ളിലിട്ടിട്ട്. കാരണം അദ്ദേഹം ഒന്നും ചെയ്യില്ല, അത് ഇവർക്കറിയായിരുന്നു. തീരെ വയ്യാത്ത ആളിന് അദ്ദേഹം കേസ് കൊടുക്കാത്ത ഭാര്യയും അദ്ദേഹത്തിൻ്റെ ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നതാണ് വീട്ടിൽ. അദ്ദേഹം ഇല്ലാതെ ആ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കൂല. ഇക്ക പറഞ്ഞു ഇക്ക ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയക്കാരനാണെന്ന് പറഞ്ഞു. ഇതിലെ ജില്ലാ പ്രസിഡന്റിന്റെ ജില്ലാ പ്രസിഡന്റിന്റെ പടിഞ്ഞാപ്പുറത്തുള്ളവരാണ്. 8 പടിഞ്ഞാപ്പുറത്ത് താമസിക്കുന്ന ആളാണ്. ഈ സ്ഥലങ്ങൾ മുഴുവൻ അയാൾ. ഇതിൽ കുറേ സ്ഥലം ഞാൻ ഇദ്ദേഹത്തിന് മേടിച്ചത് മേറാലിൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ വിലയിട്ട്. ഇതൊക്കെ അദ്ദേഹം പഠിച്ചു. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു വിഷയം നടക്കുന്നുണ്ട്. കാട്ടകന്മാർ ഇവരിൽ പെട്ടത്. അദ്ദേഹം എങ്ങനെയാണ് ഇതിൽ ഇൻവോൾവ് ആകുന്നത്? അദ്ദേഹം ഒരു നിങ്ങളുടെ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ പ്രതിസ്ഥാനത്ത് വരുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾ നീതി തേടി പിന്നെ സംഘടനാപരമായിട്ടൊക്കെ മുന്നോട്ട് പോയോ? സംഘടന ആദിക്ക് പോയിരുന്നു. ആരെടുത്ത്? ഈ ഷാനവാസ് എന്നെ ഒരിക്കലും എന്നെ വിളിപ്പിച്ച്. നിങ്ങൾ ഈ ഷാനവാസിന്റെ അടുത്ത് തന്നെ പരാതിക്ക് വേണ്ടി പോയി? ഞാൻ ഒരു പ്രാവശ്യം എന്നെ വിളിപ്പിച്ചവർ. അപ്പം നിങ്ങൾക്ക് അറിയില്ല ഇദ്ദേഹം ഇതിൻ്റെ പിറകിലുണ്ടെന്ന്? ഇതിൻ്റെ ഇതാണെന്നറിയാല. അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം വിളിപ്പിച്ചപ്പോൾ ഞാൻ പോയിരുന്നിട്ട് ഞാൻ അദ്ദേഹം ഒരു വീട്ടിൽ വന്ന് ഞങ്ങൾ അവിടെ കുത്തിട്ട് സംസാരിച്ച് 1/2 മണിക്കൂർ സംസാരിച്ച്. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് 10 മിനിറ്റ് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 10 മിനിറ്റ് സംസാരിക്കണമെങ്കിൽ 1/2 മണിക്കൂർ എനിക്ക് സംസാരിക്കാണ്ട് നിങ്ങളായിട്ട്. എൻ്റെ സംസാരം കഴിഞ്ഞിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ സംസാരിച്ചപ്പോൾ അയാൾക്കൊരു സംസാരിക്കാൻ കേപ്പ് കൊടുക്കാണ്ടായപ്പോൾ അയാൾ പറഞ്ഞിക്ക എനിക്ക് ഇനിയൊന്നും സംസാരിക്കാനില്ല, ഇക്കാക്ക് പോകാം എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി. അയാളെ സംസാരം ഞാൻ കേട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും രൂക്ഷം വിഷമം അയാൾ നമ്മൾക്കുണ്ട്. അതാണ് അത്രയും നീചമായ ഒരു കോടാനക്കൂടി ആസ്തിയുള്ള മനുഷ്യനാണ്. കാരണം അവരുണ്ടാക്കിയത് പല രൂപ നമ്മൾ പറയണില്ല, ഭർത്താവ് പറയാൻ പറ്റൂല, ആ കാര്യം പറയാൻ പാടില്ല എന്നാണ്. നിങ്ങൾ കലക്ടറെയോ മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ ഒക്കെ സമീപിച്ചോ? ഞാൻ കളക്ടറെടുത്ത് പോയപ്പോൾ കളക്ടർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. ഹൈക്കോടതി ഇടപെട്ട കേസാണ്. അതിൻ്റെ വിലായതുകൊണ്ട് കളക്ടർ ഇതിന് നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം, ഞങ്ങളെല്ലാവരും സംസാരം കേട്ടപ്പോൾ അത് നല്ലൊരു രൂപമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബോർഡ് ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ പറയുന്നത്. ഈ പള്ളി ഈ കാശും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ അവർ ഏറ്റെടുത്തിട്ട് ഈ പള്ളിയിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താം. കാരണം എന്ത് കാര്യങ്ങൾ അവർ ചെയ്യുമെന്ന് നമ്മുടെ ഈ മഹല്ലത്തിലെ സാവിൻ്റെ പള്ളി മഹലിലെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റുള്ള ആളും പറഞ്ഞിട്ടുണ്ട്. അവരെയും ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു കമ്മിറ്റി ആണ്. അവരെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവരാവശ്യപ്പെടുന്ന തുകയും കാര്യങ്ങളും അവിടുത്തെ പാവങ്ങൾക്കും മരത്തിനും മറ്റേനും മറിച്ചതിനും ഒക്കെ ആയിട്ട് അവർ അയച്ചു കൊടുക്കുന്നുണ്ട്. അതേമാതിരി മതി നമുക്ക്. അല്ലാണ്ട് ഞങ്ങൾക്ക് പിടിച്ചെടുക്കാനല്ലത്. ഇവിടുത്തെ കാര്യങ്ങൾ പള്ളിയിലെയും പാവപ്പെട്ടവരുടെ കാര്യങ്ങളും ഇവിടെ നടക്കണം. ആ ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് മനസ്സിൽ ഞങ്ങൾക്കിവിടെ ഏതാനും ചിലർക്ക് മരിക്കണമെന്നുള്ള ചിന്തയൊക്കെ ഉണ്ട്. നാളെ പടച്ചമ്പരണ്ട് നമുക്ക് കണക്ക് കുറയണ്ടേ. ഞങ്ങൾക്ക് വേണ്ട അങ്ങനത്തെ യാതൊന്നും. ഇവർ പറയുന്നത് അതല്ല, ഞങ്ങൾക്ക് തട്ടിയെടുക്കാനാണെന്നാണ് ഇവർ പറയണത്. ഞങ്ങൾക്ക് എടുക്കാൻ റബ്ബിൻ്റെ മുതൽ ഇത് ഞാൻ കൊടുത്ത മുതൽ അദ്ദേഹം കൊടുക്കണെങ്ങനെ, അദ്ദേഹം വേറെ ആക്കി എഴുതി കൊടുക്കണെങ്ങനെ? അങ്ങനെ പാടുണ്ടോ? പറ്റുമോ? എൻ്റെ വസിയത്ത് മുതലല്ലേ. എൻ്റെ വസിയത്ത് മുതൽ മറ്റാൾക്ക് കൊടുക്കാൻ അവകാശം എവിടുന്നുണ്ട്? ഒരിക്കലും അവകാശമില്ല. അത് ശരിയായ മാർഗ്ഗമല്ല. ഇവർ ഈ പറഞ്ഞതൊന്നും വളഞ്ഞ വഴികളാണ് ഇവർ പറഞ്ഞത്. വളഞ്ഞ വഴികൾ, നേരായ വഴികളല്ല പറഞ്ഞത്. അവരോട് പ്രാവശ്യം ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞെന്താ അറിയാം, പഠിച്ചവനോട് ഞങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന്. എന്ത് പഠിച്ചു വെച്ചിട്ടുണ്ടെന്ന്? മുതൽ നമ്മൾ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അങ്ങ് പറഞ്ഞുകൊണ്ടെന്ന്.
അതിനുള്ള പഠിപ്പ് ഞങ്ങളിലുണ്ടെന്ന്. ഒരു വലിയ ചതിയുടെയും ഒരു വലിയ വഞ്ചനയുടെയും കഥ ഇതിൻ്റെ പിറകിൽ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇവർ നീതി തേടി ഹൈക്കോടതിയിൽ പോയിട്ടുണ്ട്, കലക്ടറെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു പല തരത്തിലും ഇവരുടെ പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 180 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇനിയും ഇത് നീതി കിട്ടും വരെ ഈ സമരപ്പന്തലിൽ അടിയുറച്ച് നിൽക്കാനും ഈ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നത് വരെ ഇവർ ഒരു അടി പിറകോട്ട് ഇല്ല എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇവരുടെ ഈ സമരം. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വാർത്തകൾ വരും ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും ഇവരെ കണ്ടുമുട്ടേണ്ടതുണ്ട്. ഇതാണ് ഈ ഭൂമിയിൽ നടന്ന, ഈ പ്രദേശത്ത് നടന്ന ഈ ഒരു വലിയ റോബറിയുടെ ഒരു ഉൾക്കഥകൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇവർക്ക് നീതി വേണം. പള്ളിക്കും നാട്ടുകാർക്കും നമസ്കരിക്കാനും ഉപകാരപ്പെടുന്ന രീതിയിൽ അതിൻ്റെ സത്യസന്ധമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളുടെ കയ്യിലേക്ക് പള്ളികൾ വരേണ്ടതുണ്ട്. അതിനുള്ള നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ വാർത്തകളും അപ്ഡേഷനുകളും നമുക്ക് നൽകേണ്ടതുണ്ട്. അതാത് സമയങ്ങളിൽ സുപ്രഭാതം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും.